വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്ന് ഹാഫിള് ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശിർക്ക് ഉണ്ടാവരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. തുടർന്ന് ഖുർആൻ പറയുന്നു, വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. കുടുംബക്കാരായ അയൽവാസികൾ, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. കുടുംബക്കാരല്ലാത്ത അയൽവാസികളുണ്ട്, അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. രണ്ട് തരം അയൽവാസികളാണ്. കുടുംബക്കാരായ അയൽവാസികൾക്ക് നമ്മൾ സേവനം ചെയ്തു കൊടുക്കുമ്പോൾ കുടുംബബന്ധം പുലർത്തുക എന്നതും അയൽബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന രണ്ട് കാര്യം അവിടെയുണ്ട്. ഈ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ പോലെ കാണേണ്ടവരാണ്, അള്ളാഹുവിനോടുള്ള ഇബാദത്ത് പോലെ കാണേണ്ടവരാണ്. ഇതെല്ലാം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് അള്ളാഹു പറയാണ്, അള്ളാഹിനെ ആരാധിക്കണേ, ഷിർക്ക് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, അയൽവാസികൾക്ക് ഗുണം ചെയ്യണേ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് ഒരേ ഓർഡറിൽ അള്ളാഹു തആല പറയുമ്പോ മാതാപിതാക്കൾക്ക് തുല്യം, അള്ളാഹുവിന്റെ ഇബാദത്തിന് തുല്യം, അതേപോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അയൽവാസികൾക്ക് ചെയ്യുന്ന സേവനം എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ? ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. പൊങ്ങച്ചക്കാര്, അഹങ്കാരികള്, അവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടൂല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് പോകുന്നു. സ്വഹാബത്തിനെ മൊത്തം നിരീക്ഷിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ യസ്ഹബുനൽ യൗമ മൻ ആദാ ജാറഹു. അയൽവാസിക്ക് ദ്രോഹമുണ്ടാക്കിയ ആരെങ്കിലും ഒരാള് ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ കൂടെ യാത്രക്ക് വരണ്ട, അവനേറ്റ് യുദ്ധത്തിന് പോകാൻ പറ്റൂല, അതുകൊണ്ട് അവൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അന ബുൽതു ഫി അസ്ലി ഹാഇത്തി ജാരി. ഞാൻ എൻ്റെ അയൽവാസിന്റെ മതിലിന്റെ അടിഭാഗത്ത് മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസിയുടെ മതിലിന്റെ അടിഭാഗത്ത് മൂത്രമൊഴിച്ചു എന്നോ? ലാ തസ്ഹബിനൽ യൗം, ഇന്ന് നമ്മളെ കൂടെ നീ വരണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം മൂത്രമൊഴിച്ചതിനെ പറ്റിയാ, അങ്ങോട്ടേക്ക് വേസ്റ്റ് ഇടുന്നവരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ബാത്റൂമിന്റെ കൊയൽ അങ്ങോട്ടാക്കുന്നവരെ പറ്റിയിട്ട് ഓലെ പറ്റിയൊന്നും ഇവിടെ ചർച്ചയേ ഇല്ല. ഇവിടെ മൂത്രമൊഴിച്ചൊരു വിഷയമാണ്. നീ നമ്മളെ കൂടെ യാത്രക്ക് വരാൻ പാടില്ല എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീയെ പറ്റി പരാമർശിച്ചു. എന്താണ് ആ സ്ത്രീ? ഇന്ന ഫുലാനത്ത തുദ്കറു മിൻ കസ്റത്തി സ്വലാത്തിഹാ വ സിയാമിഹാ വ സദഖത്തിഹാ. ഒരു പെണ്ണ്, ആ പെണ്ണ് നല്ലോണം നിസ്കരിക്കുന്നു, നല്ലോണം നോമ്പെടുക്കുന്നു, നല്ല സ്വതക്കയും ചെയ്യുന്നുണ്ട്. പക്ഷേ വൈറ അന്നഹ തുഅ്ദി ജാറഹ, അവൾ അയൽവാസിക്ക് ദ്രോഹം ചെയ്യുന്നുണ്ട്. നിസ്കാരം നല്ലുണ്ട്, സക്കാത്ത് നല്ലുണ്ട്, നോമ്പ് നല്ലുണ്ട്, പക്ഷെ അയൽവാസിക്ക് ദ്രോഹം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തോനെ വർത്താനൊന്നും പറയണ്ട, ഹിയ ഫിന്നാർ, ഓള് നരകത്തിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പെണ്ണ്, ആ പെണ്ണ് കൂടുതൽ നിസ്കാരമൊന്നുമില്ല, നോമ്പും കുറവാണ്, പക്ഷേ ഈ മോര്, തൈര് ഇങ്ങനെയുള്ള പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അയൽവാസികൾക്ക് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരമൊക്കെ കുറവായിക്കോട്ടെ, ഈ ഒരു കടപ്പാട് നിർവഹിക്കുന്നത് കൊണ്ട് ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ് എന്നും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ തങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ആളാ. പക്ഷെ മൂപ്പരൊരു അയൽവാസിയുണ്ട്, ചെരുപ്പ് തുന്നുന്ന അയൽവാസിയാണ്. ഇദ്ദേഹം ചെരുപ്പൊക്കെ തുന്നി അതൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കള്ള് കുടിച്ചിട്ടാണ് വൈകുന്നേരം വീട്ടിൽ വരിക. അങ്ങനെ വീട്ടിൽ വന്നാൽ നേരം വെളുക്കോളം അയാൾ പാട്ടുപാടും, നല്ല ശബ്ദത്തിൽ പാട്ടുപാടും. ഈ പാട്ട് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും മൂപ്പർ അതൊന്നും മൈൻഡ് ചെയ്യാതെ മൂപ്പര നിസ്കാരത്തിൽ തുടരും.
അങ്ങനെ ഇരിക്കുമ്പോ 2-3 ദിവസമായിട്ട് ഈ പാട്ട് കേൾക്കുന്നില്ല. പാട്ട് കേൾക്കാതെ ആയപ്പോ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അന്വേഷിച്ചു, എന്താണ് അയാളുടെ പാട്ട് കേൾക്കാത്തത്? 2-3 ദിവസമായല്ലോ പാട്ട് കേൾക്കാത്തത്. അബൂ ഹനീഫ പാട്ട് കേൾക്കാൻ വേണ്ടിയല്ല, പക്ഷെ സ്ഥിരം കേൾക്കുന്ന ഒന്ന് മുടങ്ങുമ്പോ അങ്ങനെ ഉണ്ടല്ലോ. അന്വേഷിച്ചപ്പോ പറഞ്ഞു, അഹദഹു ഉസസുൽ അമീർ, രാജാവിന്റെ ഗൂർക്കകൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. രാത്രിയൊക്കെ ഇങ്ങനെ ടോർച്ചടിച്ചിട്ട് അങ്ങാടിയിലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ഗൂർക്കകൾ എന്നൊരു വിഭാഗം രാജാക്കന്മാര് വെക്കും. അപ്പൊ രാജാവിന്റെ ഗൂർക്കകൾ ഈ രാത്രി ഉറങ്ങാതെ ശല്യമുണ്ടാക്കുന്ന രൂപത്തിൽ പാട്ട് പാടുന്നത് കൊണ്ട് പിടിച്ചു കൊണ്ടുപോയതാണ് എന്ന് അറിഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അസ്വസ്ഥത. അയൽവാസിയാണ്, സ്വഭാവം അങ്ങനെയൊക്കെയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ച ഉടനെ തന്റെ കോവർ കഴുതയിൽ കയറി. കോവർ കഴുത അറിയില്ലേ? കോവർ കഴുത പറഞ്ഞാല് കുതിരയും കഴുതയും കൂടി സങ്കരവർഗമായിട്ടുണ്ടാവുന്ന, അവർക്ക് മക്കൾ ഉണ്ടാവൂല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട സന്ദർഭത്തില് വിറക് മുഴുവൻ ശേഖരിച്ചത് ഈ കോവർ കഴുതയുടെ മുകളിലായതുകൊണ്ട് അന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് അവരുടെ ഉൽപാദന ശേഷി. പിന്നെ അവർക്ക് മക്കൾ ഉണ്ടാകൂല എന്നാണ്. ഓരോ ജീവികള് ഓരോ കാര്യങ്ങൾ ചെയ്താൽ, അത് നല്ലത് ചെയ്താൽ അവരുടെ തലമുറക്ക് നന്മ ഉണ്ടാകും, ചീത്ത ചെയ്താൽ അവരുടെ തലമുറകൾ ആ ഒരു ദുസ്വഭാവത്തില് അവർക്ക് ആ ശാപം ഉണ്ടാവുന്നൊക്കെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇരിക്കട്ടെ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ കോവർ കഴുതയിൽ കയറി നേരെ രാജാവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അബൂ ഹനീഫ വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോ പാറാവുകാർ സജീവമായി നിർദ്ദേശം കിട്ടി, അദ്ദേഹത്തെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ വാഹനം നിർത്തിയിട്ട് നടന്നിട്ടാണ് എല്ലാവരും വരല്, പക്ഷെ അദ്ദേഹത്തെ നടക്കാൻ അനുവദിക്കരുത്. അദ്ദേഹം എന്റെ അടുത്ത് എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് നിൽക്കട്ടെ. ഇവിടെ അറിയപ്പെട്ട, കൂഫയിൽ അറിയപ്പെട്ട മുദർരിസായ ഖാദിയായ വലിയ ആളാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഖാദിയാവാൻ മൂപ്പര് വിസമ്മതിച്ചു എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും മതവിധികൾ നടത്തുന്ന ആളാണ് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ ഹനീഫ തങ്ങൾ വന്നപ്പോൾ തന്നെ വലിയ സ്വീകരണമാണ്. അങ്ങനെ രാജാക്കന്മാരെ ഒന്നും കാണാൻ പോകുന്ന ആളല്ല. അങ്ങനെ വന്നപ്പോൾ വലിയ സ്വീകരണമാണ് ഉണ്ടായത്. രാജാവ് ഇരിക്കുന്ന ആ സിംഹാസനത്തിൽ അദ്ദേഹം നീങ്ങിയിട്ട് അബൂ ഹനീഫ തങ്ങൾ അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ പറഞ്ഞു, എന്റെ ഒരു അയൽവാസി, ഇന്നാലിന്ന അയൽവാസി 2-3 ദിവസമായിട്ട് മൂപ്പരെ കാണുന്നില്ല, ഇവിടുത്തെ ഗൂർക്കകൾ പിടിച്ചു എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോ പേര് പറഞ്ഞു കൊടുത്തു. അന്വേഷിച്ചു. എന്നിട്ട് ജയിൽ പാറാവുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ അയൽവാസിയെ മാത്രമല്ല അന്ന് പിടിച്ച എല്ലാവരെയും വിട്ടയക്കണം, അത് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവാണ്. ഒരാളെ ശുപാർശക്ക് വേണ്ടി അബൂ ഹനീഫ തങ്ങൾ വന്നിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് അബൂ ഹനീഫ കോവർ കഴുതയുടെ മുകളിൽ പോവുകയാണ്. അപ്പൊ ഈ അയൽവാസി പിന്നാലെ ഓടി വന്നിട്ട് പറയാണ്, പിന്നാലെ വരുന്നുണ്ട്. ആ സമയത്ത് അബൂ ഹനീഫ ചോദിച്ചു, 3 ദിവസമായി ഞാൻ അറിയാത്തത് കൊണ്ടാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങോട്ട്. ഇയാള് നേരെ അബൂ ഹനീഫയുടെ വീട്ടിൽ വന്ന് കൈപിടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് അന്ന് മുതൽ അദ്ദേഹം നല്ല ഒരു മനുഷ്യനായി മാറി. അദ്ദേഹത്തിന്റെ കുടിയും ദുസ്വഭാവങ്ങളൊക്കെ നിർത്തി നല്ലൊരു മനുഷ്യനായി മാറി എന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് അയൽവാസികളോട് ചെയ്യേണ്ട കടപ്പാടുകളാണ്. എത്രത്തോളം പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് മധുരപലഹാരം കൊടുത്താൽ അയൽ വീട്ടിൽ അത് കൊടുക്കാനില്ലെങ്കിൽ കുട്ടികൾ അതുമായിട്ട് അങ്ങോട്ട് പോകുന്നത് നീ തടയണം. അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ അയൽ വീട്ടിൽ കൊടുക്കാനില്ലാത്ത എന്തെങ്കിലും നിന്റെ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അതുമായിട്ട് കുട്ടികൾ അയൽ വീട്ടിൽ പോകുന്നത് നീ തടയണം. അവിടുത്തെ കുട്ടികൾക്ക് അത് വിഷമമുണ്ടാക്കും, അത് കാരണം മാതാപിതാക്കൾ പ്രയാസപ്പെടും. അതുകൊണ്ട് അതുവരെ നീ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ, അതേപോലെ തന്നെയുള്ള വലിയ മാതാപിതാക്കൾക്ക് കടപ്പാട് ചെയ്യുന്നത് പോലെ വലിയ ഗൗരവമുള്ള വിഷയമാണ് അയൽവാസികളോട് ചെയ്യുന്ന സേവനവും കടപ്പാടും എന്നാണ് ഈ ഖുർആൻ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു അവന്റെ ദീന് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.